തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് പരാതി നൽകി സാമൂഹിക പ്രവർത്തക ബിന്ദു മിൽട്ടൺ. മിഷൻ തണ്ണീർക്കൊമ്പൻ വനം വകുപ്പിനും പോലീസിനും വീഴ്ച സംഭവിച്ചെന്നും പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കത്തിൽ പറയുന്നുണ്ട്. വനം വകുപ്പിന്റെ ദൗത്യങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നുവെന്നും ആരോപണം ഉന്നയിക്കുന്നു. മയക്കുവെടി വെക്കുന്ന സമയത്ത് ഒന്ന് ആൾക്കൂട്ടം ഉണ്ടാവരുത്, പടക്കം പൊട്ടിക്കരുത്. രണ്ട്, ഇതിനെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആരോഗ്യനില പരിശോധിക്കണം, അതിന് വെള്ളം തളിച്ചു കൊടുക്കണം, അതുപോലെ അതിന് കറുത്ത തുണി കൊണ്ട് അതിന് കണ്ണ് മൂടണം. ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. മയക്കുവെടി വെച്ച് അതിനെ ഉന്തിത്തള്ളി കയറ്റി അങ്ങനെ തന്നെ അതിനെ കൊണ്ടുപോവുകയാണ്. ഇതിന് ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. ഇത് ആവശ്യപ്പെട്ട് ഞാൻ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു ഗവൺമെന്റും ഒരു വകുപ്പും ഒരിക്കലും മാസ് സൈക്കോളജിയും മാസ് സെന്റിമെന്റ്സും അനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്. ദീപക് മോഹൻ ചേരുന്നു. ദീപക്, ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങളുമാണ് ഇപ്പോൾ പരാതി രൂപത്തിൽ പോയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് തന്നെ പോലീസിനും വനം വകുപ്പിനും വീഴ്ച പറ്റിയെന്ന ആരോപണമാണ് ഇവർ ഉയർത്തുന്നതെന്ന് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? വിനീത, മിഷൻ തണ്ണീർക്കൊമ്പനിൽ പോലീസിനും വനം വകുപ്പിനും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ മേൽനോട്ടം വഹിച്ച ഈ മിഷൻ തണ്ണീർക്കൊമ്പൻ ദൌത്യത്തിൽ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം, സമഗ്രമായ അന്വേഷണം വേണമെന്നും സാമൂഹിക പ്രവർത്തകയും വുമൺ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറിയായ ബിന്ദു മിൽട്ടൺ പറയുന്നു. നേരത്തെ ഇന്ന് രാവിലെ വനം വകുപ്പ് പുതിയതായ ഒരു വിശദാംശം കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ തണ്ണീർക്കൊമ്പന്റെ ദേഹത്തു നിന്ന് പെല്ലറ്റിന്റെ പാടുകൾ കണ്ടെത്തി. അതായത് ജനവാസ മേഖലയിലോ കൃഷിയിടത്തിലോ ഇറങ്ങിയ ആനയെ തുരത്തുന്നതിനായി ആ സമയത്ത് വെടിവെച്ചതിന്റെ പെല്ലറ്റിന്റെ പാടുകളാണ് ഈ ആനയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തത്. മാത്രമല്ല, ഈ മിഷൻ നടക്കുന്ന സമയത്ത് തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് വാഹനത്തിൽ കയറ്റി ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായ SOP പ്രകാരമുള്ള കാര്യങ്ങൾ പാലിച്ചില്ല എന്നും പറയുന്നുണ്ട്. സാധാരണഗതിയിൽ മയക്കുവെടി വെക്കുന്ന സമയത്ത് ആനയെ കണ്ണുകെട്ടി മയക്കുവെടി വെച്ചതിന് ശേഷം വാഹനത്തിൽ കയറ്റുമ്പോൾ കണ്ണുകെട്ടുകയും അതുപോലെ തന്നെ വെള്ളം ആനയുടെ ദേഹത്ത് ഒഴിച്ച് ആനയുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി ശ്രമിക്കാറൊക്കെയുണ്ട്. എന്നാൽ അത്തരത്തിലൊരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി സാധാരണഗതിയിൽ മയക്കുവെടി വെക്കാത്ത സമയത്താണ് ഇത്തരത്തിലൊരു മിഷൻ നടത്തിയതെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആന ചെരിയാൻ കാരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉയരുന്ന വിമർശനം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ഈ മിഷൻ തണ്ണീർക്കൊമ്പനെതിരെ, അതായത് മിഷൻ കൃത്യമായി നടന്നിട്ടില്ല, കേന്ദ്രത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു മിഷൻ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നും ആരോപണമാണ് പരാതിയിൽ ഉയർത്തുന്നത്. സമഗ്ര അന്വേഷണം വേണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഇതിന്റെ തുടർ നടപടികൾ എന്താകുമെന്ന് നോക്കാം.